ശ്രീ പരശുവക്കൽ രാജേന്ദ്രൻ മുൻ PSC മെമ്പറാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. യുദ്ധഭൂമിയിൽ ഒരു പുതിയ രാജേന്ദ്രൻ ഒരു PSC ചെയർമാനെ 2,24,000 രൂപയിൽ നിന്ന് ശമ്പളം കുത്തനെ കൂട്ടിയത് 3,87,000 രൂപയാണ് കേട്ടോ. അംഗത്തിന് 2,19,000 ആയിരുന്നത് 3,80,000 രൂപയിലേക്ക് ഉയരുന്നു. 1-ാം ക്ലാസ് യാത്രാപ്പടി, ആശ്രിതർക്ക് ചികിത്സ, കാറ്, വീട്, എല്ലാ സൗകര്യമുണ്ട്. ഇപ്പം ഇതുകൊണ്ട് ഇത്രയും 1 ലക്ഷത്തോളം കൂട്ടിയ ശമ്പളം കൊണ്ട് ആ പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ശ്രീ രാജേന്ദ്രൻ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. സാർ, അത് പറഞ്ഞതിലൊരു ചെറിയൊരു തിരുത്തുണ്ട്. ഈ കാറ് PSC മെമ്പേഴ്സിന് അനുവദനീയമല്ല. ആണോ? ഭയങ്കര. അതുകൂടെ അനുവദിക്കാൻ പറയണം സാർ. അല്ല, PSC അംഗങ്ങൾക്ക് കാറൂടെ അനുവദിക്കാൻ പറയണം. മെമ്പേഴ്സ് അല്ല സാർ, അതല്ല സാർ, അത് കേൾക്കണം. കാരണം 2006 ആണ് അവസാനമായിട്ട് PSC അംഗങ്ങളുടെ പേ റിവൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 2006 അന്ന് കൊടുത്തത് 70,290 രൂപയാണ് ഒരു PSC മെമ്പറിന്റെ ബേസിക് പേ എന്ന് പറയുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ സാർ മനസ്സിലാക്കാനുള്ളത്, ആർട്ടിക്കിൾ 316 ഇവിടെ 7,000 രൂപ 232 രൂപ വാങ്ങി അതുപോലെ നേരെ രൂപ കിട്ടാത്ത പാവങ്ങളുടെ സമരത്തിലാണ് നിങ്ങൾ 70,000 രൂപ ബേസിക് പേയുടെ കാര്യം പറയുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. 2006 കാര്യം പറയുന്നത്. എന്നിട്ട് PSC അംഗങ്ങൾക്ക് കാറില്ലാത്ത കാര്യം പറയുന്നത്, വീടില്ലാത്ത കാര്യം പറയുന്നത് അല്ലേ? എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ശ്രീമാൻ രാജേന്ദ്രൻ, ഞാൻ പറയുന്നത് താങ്കൾക്ക് ഈ കാറിന്റെ കാര്യത്തിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ? PSC ചെയർമാന് 2,87,000 രൂപയിൽ നിന്നും PSC ചെയർമാൻ 2,24,000 രൂപയിൽ നിന്നും PSC ചെയർമാന് 3,87,000 രൂപയായിട്ടാണ് വർധന. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. PSC അംഗത്തിന് 2,19,000 രൂപയിൽ നിന്ന് 3,80,000 എന്നാണ് 4 ലക്ഷത്തിനടുത്താണ് ഈ പറഞ്ഞ ആനുകൂല്യങ്ങളടക്കം. താങ്കളുടെ ബേസിക് പേ അവിടെ നിൽക്കട്ടെ. ആനുകൂല്യങ്ങളടക്കം ഈ പറയുന്ന 4 ലക്ഷത്തോളം രൂപ. 1-ാം ക്ലാസ് യാത്രാപ്പടിയുണ്ട്, ആശ്രിതർക്ക് ചികിത്സയുണ്ട്, ചെയർമാന് മാത്രം കാറും വീടും ഉണ്ട്. നിങ്ങൾ അതുകൂടി സർക്കാരിനോട് പറയണം. ചെയർമാന് കാറും വീടും അനുവദിച്ച മട്ടിൽ 21 അംഗ ഈ പറഞ്ഞ ജംബോ അംഗങ്ങൾക്ക് കൂടി കാറ് വേണം. അത് മുന്തിയ കാറ് വേണം. താമസിക്കാൻ എന്താണ് ഒരു 5 നക്ഷത്ര ഫ്ലാറ്റ് വേണം. സർക്കാരോട് ആവശ്യപ്പെടൂ, സർക്കാർ ചെയ്തു തരും. നിങ്ങളുടെ സർക്കാരാണ്. അല്ല ഹാഷ്മി, അത് നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാര്യം ഇന്ത്യയിലെ മറ്റ് ഇതര PSC സ്ഥാപനങ്ങൾ നോക്കൂ. കേരളം ഒഴിച്ച് മറ്റെല്ലാ PSCകളിലും കേരളത്തെക്കാൾ കൂടിയ ശമ്പള നിരക്കാണ് ഇവിടെ നിലനിൽക്കുന്നത്. എല്ലായിടത്തും ഇപ്പോൾ തന്നെ 2,25,000 അതിന് മുകളിലുള്ള ശമ്പള സ്കെയിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതിപ്പോ 2026 ആകുമ്പോഴത്തേക്ക് അടുത്ത് വർദ്ധിപ്പിക്കാൻ പോകും. PSC ചെയർമാൻമാരും PSC അംഗങ്ങളും പട്ടിണിയിലായിരുന്നു സാർ. അവർ കൊടിയ ദാരിദ്ര്യമായിരുന്നവർ. അവർക്ക് അത്താഴ പട്ടിണിയായിരുന്നു. അവർക്ക് അരി മേടിക്കാൻ, പച്ചക്കറി മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചു, 1 ലക്ഷം രൂപ ശമ്പള വർധന നിങ്ങൾക്ക് മതിയാവോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് 1 ലക്ഷം രൂപ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് ശമ്പള വർധന? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. PSCക്ക് മാത്രം എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കുമ്പോൾ ഇവിടെ ചർച്ച വരുന്നു. അത് PSCയെ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടി രാജേന്ദ്രൻ ഉച്ചയ്ക്ക് കഞ്ഞിയും വയറും കുറച്ച് നാരങ്ങാച്ചാറും കൂട്ടി കഴിച്ച് അരവയറുമായി സമരത്തിരിക്കുന്ന 12 ദിവസമായിട്ട് അവരുടെ ആവശ്യം എന്താണെന്ന് അറിയാവോ? 7,000 രൂപയിൽ നിന്ന് കുറച്ച് കൂടുതൽ വേണം. 100% ഞാൻ യോജിക്കുന്നു. ഈ 7,000 രൂപയിൽ നിന്ന് ഒരു 10 രൂപ ആക്കിത്താ എന്ന് അഭ്യർത്ഥിക്കുന്നവരോടാണ്, കരയുന്നവരോടാണ് താങ്കൾ വന്നിരുന്നത് 3 ലക്ഷം പോരാന്ന് പറയുന്നത്. PSC അംഗങ്ങളാകുന്നവരെന്ന് പറയുന്നത് 50% കുറയാത്ത ആളുകൾ 10 കൊല്ലത്ത് സെൻട്രൽ ഗവൺമെന്റിലോ സ്റ്റേറ്റ് ഗവൺമെന്റിലോ സർവീസിൽ ഇരുന്ന ആളുകൾക്ക് മാത്രമേ നിയമിക്കപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്, UGC സ്കെയിലിൽ ഇരുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ അന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളം എന്ന് പറയുന്നത് ഇന്ന് UGC സ്കെയിൽ വന്നപ്പോൾ 2-3 പരിഷ്കരണം കഴിഞ്ഞു. ഈ PSC മെമ്പർമാർ വലിയ കാര്യമൊന്നുമുള്ളവരല്ല. അവർ മഹാ ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി വന്നവരൊന്നുമല്ല. ഒരു ടെസ്റ്റ് എഴുതുന്നവരല്ല. പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന പേര് അനുസരിച്ച് അവിടെ നിയമനം നടത്തണമല്ലാതെ ഒരു ടെസ്റ്റ് എഴുതാത്തവർ കേരളത്തിലെ മുഴുവൻ പിള്ളേരെയും ടെസ്റ്റ് എഴുതി പഠിപ്പിക്കുകയാണ്. രാജേന്ദ്രൻ വാങ്ങുന്ന പെൻഷൻ അടക്കം കുറച്ചുകൂടി കൂട്ടി വേണമെന്ന് ആവശ്യം. സാർ, എന്റെ പെൻഷൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. എനിക്ക് 24,500 രൂപ പെൻഷനുള്ളൂ. 7 വർഷം ജോലി ഓരോ മാസം വാങ്ങിക്കൂടി ശമ്പളം എത്ര? ആനുകൂല്യങ്ങൾ എന്തൊക്കെയാ? അല്ല ഹാഷ്മി, 7 വർഷമല്ല ഹാഷ്മി, 7 വർഷമല്ല 6 വർഷം PSC അംഗത്തിന്റെ കാലാവധി. 6 വർഷം. എന്നിട്ട് 6 വർഷം വർക്ക് ചെയ്ത് നിങ്ങൾക്ക് പെൻഷൻ വേണം അല്ലേ? 6 വർഷമാണ്. കേവലം 6 വർഷം വർക്ക് ചെയ്താൽ അങ്ങനെ കിട്ടുന്ന പെൻഷൻ പോരാ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഈ ചേച്ചി 10-12 വർഷം കഷ്ടപ്പെട്ട ചേച്ചി ഈ ഇരിക്കുന്നത് 10-12 വർഷം കഷ്ടപ്പെട്ട ചേച്ചി. ഇവർ 61 വയസ്സിൽ റിട്ടയർ ആകുമ്പോൾ 10 പൈസ കൊടുക്കില്ല. ഇവർ 61 വയസ്സിൽ ഇവരെ പിരിച്ചം കൂടുമ്പോൾ 5 പൈസ കൊടുക്കില്ല. അവരുടെ ആവശ്യം അതിൽപ്പെട്ടതാ.
എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 10-40 വർഷം ജോലി ചെയ്തിട്ട് രാപ്പകലില്ലാതെ പൊരിവെയിലത്തും പെരുമഴയത്തും ജോലി ചെയ്തിട്ട് ഇറങ്ങി പോകുമ്പോഴേക്കും 5 ലക്ഷം രൂപ തരണേ സാറേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് താങ്കൾ പറഞ്ഞ 6 വർഷം വർക്ക് ചെയ്തതിന് പെൻഷൻ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഈ പരശുവെക്കൽ രാജേന്ദ്രൻ അല്പം കുറച്ച് കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ഈ 6 വർഷം ജോലി ചെയ്താൽ ഈ PSC അംഗങ്ങൾക്ക് വേറെ ഒരു ജോലി സ്വീകരിക്കാൻ പാടില്ല. ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. മറ്റെല്ലാ വിഭാഗങ്ങൾക്കും വേറെ ജോലിക്ക് പോവാം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരു ജോലിക്കും ഭരണഘടനാ സ്ഥാപനമായ PSCയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരു ജോലിക്ക് പോകാൻ പാടില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? ഒരു മിനിമം 10 ലക്ഷം രൂപ മാസം ശമ്പളം ആക്കണം ആവശ്യപ്പെടണം സാർ. സർക്കാർ കേൾക്കും. ഈ സർക്കാർ കേൾക്കും. അത് ഉറപ്പാണ് എനിക്ക്. ഈ സർക്കാർ കാര്യം ഈ സർക്കാർ PSC അംഗങ്ങളുടെ സഹനങ്ങൾ കേൾക്കുന്നവരാണ്.